ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ 24-ന്. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വം. 1998-ൽ തന്നെ പാളികൾ സ്വർണം പൂശിയതായി മുരാരി ബാബുവിന് വ്യക്തതയുണ്ടായിരുന്നു. തട്ടിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. AV ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. വിവരങ്ങളുമായി ജയശങ്കർ, റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് GK റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണ് ഈ SIT സംഘം കോടതിയിൽ പറയുന്നത്. അതായത് സ്വർണ്ണപ്പാളികളാണെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി. ഒപ്പം തന്നെ ഈ രേഖകൾ ഉൾപ്പെടെ ഈ അട്ടിമറിക്കുന്നതിന് രേഖകളൊക്കെ തിരുത്തിയത് ഇദ്ദേഹം ബോധപൂർവം എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം ഈ വിശ്വാസികളുടെ മതവികാരം ഉൾപ്പെടെ വ്രണപ്പെടുത്തിയെന്നൊരു ആക്ഷേപവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മുരാരി ബാബു ക്ഷേത്ര ശ്രീകോവിൽ കട്ടള സ്വർണം കൊള്ള ചെയ്ത കേസിലെ പ്രതി എന്ന ഒരു പരാമർശം കൂടി മുരാരി ബാബുവിനെതിരെ അന്വേഷണ സംഘം കോടതിയിൽ പറയുന്നുണ്ട്. അതായത് മുൻപ് ഹൈക്കോടതിയിലും ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയും അതിനപ്പുറത്തേക്ക് ഗുരുതരമായ ഗൂഢാലോചന, ബോധപൂർവമുള്ള ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ മുരാരി ബാബു കൂട്ടുനിന്നു എന്ന കാര്യമാണ് കോടതിയിൽ എന്തായാലും ഈ SIT സംഘം അറിയിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ അതാണ് പറയുന്നത്. എന്തായാലും മുരാരി ബാബു 14 ദിവസത്തേക്ക് SITയുടെ ഒരു കസ്റ്റഡി ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് ഇദ്ദേഹത്തിന് വേണ്ടി അപേക്ഷ നൽകാനാണ് SITയുടെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം ആയിരിക്കും ഈ ഒരു അപേക്ഷ നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ മുരാരി ബാബുവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും SIT പരിഗണിച്ചു. അങ്ങനെയാണ് തൽക്കാലം കസ്റ്റഡി വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് SIT എത്തിയത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.